കാട്ടാനശല്യത്തിൽ വലഞ്ഞ മൂന്നാർ. പടയപ്പയ്ക്കും ഒറ്റക്കൊമ്പനും പിന്നാലെ പുതുതായി എത്തിയ മോഴയാനയും ആശങ്ക സൃഷ്ടിക്കുകയാണ്. ദേവികുളം സിഗ്നൽ പോയിന്റിൽ വിദേശ വിനോദസഞ്ചാരികളുമായി എത്തിയ ഇന്നോവ കാർ മോഴയാന ചവിട്ടിമറിച്ചു. തലനാഴിഴയ്ക്കാണ് യാത്രക്കാർ രക്ഷപ്പെട്ടത്. തോട്ടം മേഖലയിൽ ആനക്കൂട്ടങ്ങളും തമ്പടിച്ചിട്ടുണ്ട്. വേനൽ കടുത്തതോടെ കൂടുതൽ അക്രമ സ്വഭാവത്തിൽ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുകയാണ് വന്യമൃഗങ്ങൾ. മൂന്നാർ മേഖലയിൽ ഓരോ ദിവസവുമുണ്ട് കാട്ടാന ആക്രമണങ്ങൾ. ഒന്നല്ല രണ്ടല്ല, ഒരുപാട് ആനകളുണ്ട്. തോട്ടം തൊഴിലാളികൾക്കും വിനോദസഞ്ചാരികൾക്കും ആശങ്ക സൃഷ്ടിച്ച് ജനവാസ മേഖലയിൽ. ഇന്ന് രാവിലെ 11 മണിയോടെ ദേവികുളം സിഗ്നൽ പോയിന്റിന് സമീപത്ത് വെച്ചാണ് വിനോദസഞ്ചാരികളുടെ ടാക്സി കാർ കാട്ടാനെ ആക്രമിക്കുന്നത്. റോഡിൽ നിലയുറപ്പിച്ചിരുന്ന ആന കാർ ചവിട്ടി മറിച്ചിട്ടു. അത്ഭുതകരമായാണ് കാറിലുണ്ടായിരുന്നവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത്. മേളിൽ നിന്ന് ട്രെയിനിൽ ഇറങ്ങി വന്നിട്ട് എൻ്റെ നേരെ വന്ന് ചവിട്ടുക ചെയ്ത സെൻട്രൽ ചവിട്ടി മറിച്ചിട്ട് താഴേക്ക് പോയി. അത് സംഭവിച്ചത് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. കാര്യം തൊട്ട് ഫ്രണ്ടിലായിപ്പോയി, ആന ഫ്രണ്ടിലായിപ്പോയി. അപ്പം ഫ്രണ്ടിൽ നിന്ന് വേറെ വണ്ടി ഉണ്ടായിരുന്നു. പക്ഷേ അവർക്കും അവരും ചവിട്ടി നടത്തി, ചവിട്ടി എന്നെ ചവിട്ടിയുള്ളൂ. ആനയുടെ കൂടി നാടായ കേരളത്തിന്റെ ഭംഗി ആസ്വദിക്കാനെത്തിയ UK സ്വദേശികളായ വിനോദസഞ്ചാരികൾ കാട്ടാന ആക്രമണത്തിൽ ശരിക്കും ഞെട്ടി. അപകടത്തിൽപ്പെട്ട കാറിൽ നിന്ന് പുറത്തിറക്കിയ വിനോദസഞ്ചാരികളെ വനം വകുപ്പ് സുരക്ഷിതമായി മൂന്നാറിൽ എത്തിക്കുകയും ചെയ്തു. കാർ ആക്രമിച്ച മോഴയാന സമീപത്തുണ്ടായിരുന്ന പശുവിനെ ചവിട്ടിക്കൊന്നു. തുടർന്ന് RRT എത്തിയാണ് ആനയെ തുരത്തിയത്. മൂന്നാർ മേഖലയിൽ തുടർച്ചയായി ഉണ്ടാകുന്ന കാട്ടാന ആക്രമണത്തിൽ വലിയ ആശങ്കയാണ് പ്രദേശവാസികൾക്ക്. தொடர்ந்து இந்த வாரம் ஃபுல்லா புது புது யானைகளாக வந்துகிட்டு இருக்கு. இந்த யானைகள்லாம் சல்லியப்படுத்தாதிக்கிற ஒழிஞ்சு பொதுமக்களுக்கு எந்த ஒரு பாதுகாப்பும் இல்லாமல் இருக்கு. മൂന്നാറിലെ ആനക്കൂട്ടത്തിലേക്ക് എത്തിയ പ്രശ്നക്കാരനായ ഒറ്റക്കൊമ്പൻ കാട്ടാന പരിക്കുകളോടെയാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത്. ഒരാഴ്ച മുമ്പ് പടയപ്പയുമായി ഏറ്റുമുട്ടിയപ്പോൾ ഉണ്ടായ പരിക്കെന്നാണ് വനം വകുപ്പ് പറയുന്നത്. പരിക്കേറ്റ ആനയ്ക്ക് ചികിത്സ നൽകണോ എന്നത് വനം വകുപ്പ് തീരുമാനിച്ചിട്ടില്ല. മൂന്നാറിലെ ജനവാസ മേഖലയിലേക്ക് ഓരോ ദിവസവും പുതിയ പുതിയ ആനകൾ എത്തുകയാണ്. നിലവിലെ RRTക്ക് ഉള്ള ആനകളെ പോലും നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. ഇനി എന്ത് ചെയ്യുമെന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. രാഹുൽ വിജയൻ, 24 ഇടുക്കി. മൂന്നാറിലെ കാട്ടാന ഭീതിക്ക് അറുതിയില്ല. പടയപ്പ മുതൽ ഒറ്റക്കൊമ്പൻ, മഞ്ഞക്കൊമ്പൻ തുടങ്ങി നിരവധി കൊമ്പന്മാരാണ് മൂന്നാറിനെ വിറപ്പിക്കുന്നത്. പൊതുജനങ്ങളുടെ പ്രതികരണത്തിലേക്ക്. 2 ദിനങ്ങൾക്ക് മുൻപ് മൂന്നാറിലിருந்து മറയൂർ போகிற வழியில் ஒரு டெம்போ டிராவலரை படையப்பா என்கிற யானை சேதப்படுத்துச்சு. அதுலேயும் யாருக்கும் எந்த ஒரு சேதாரமும் கிடையாது. 2 நாள் கழித்து பார்த்தீங்கன்னா KSRTC அதே மாதிரி தாக்கப்பட்டது. டவுனில் சுற்றி திரிகிற யானைகளை கட்டுப்படுத்தவும், எஸ்டேட்டு பகுதியில் சுற்றி திரிகிற யானைகளை கட்டுப்படுத்தவும் RRTயும் முன்வர வேண்டும். மூணாரில் வனவிலங்கு சல்லியம் பயங்கரமாக நாளுக்கு நாள் அதிகரிச்சுட்டு வருது. காட்டு ஆனை பாருங்கள், ஓட மறிக்குது, ஆளுகளை போக விட மாட்டேங்குது. வண்டி பிரச்சனை, வண்டியை அடித்து நொறுக்குது. இங்கே பொதுமக்கள் ஒரு சமாதானமாக வாழ முடியல. புலி பாருங்கள், 100 நாள் விளைஞ்சிட்டு இருக்கும்போது சைலண்ட் வெளியில் புலி ஒன்னாடி செல்ல சாடி போகுது. இந்த ஆளுங்க வந்து ஒரு நிம்மதியாக வேலை செய்ய முடியல. പകല് ഈ റോഡ് സൈഡ് നിൽക്കും, രാത്രിയാകുമ്പോൾ വീട്ടിൽ അടുത്ത് വരും. മൊത്ത ശല്യം. ഇപ്പോൾ ആനശല്യം കൊണ്ട് ഞങ്ങൾക്ക് ഈ എസ്റ്റേറ്റ് മേഖലയിൽ ഇരിക്കാൻ പറ്റില്ല, അത്ര ഒരു ശല്യമുണ്ട്. അപ്പോൾ ഭീതിയിലാണ് അവിടുത്തെ ജനങ്ങൾ. അവരുടെ പ്രതികരണങ്ങളാണ് കണ്ടത്. പത്തനംതിട്ട ആറന്മുള കച്ചേരിപ്പടിയിൽ ടൂറിസ്റ്റ് ബസും പിക്കപ്പും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 1 മരണം. പിക്കപ്പ് ഡ്രൈവർ മരിച്ചു എന്നുള്ള വാർത്ത ഇപ്പോൾ AV ജയശങ്കർ അറിയിക്കുന്നുണ്ട്. തിരികെ എത്താം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം.